GT എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം. നമുക്കറിയാം തിങ്കളാഴ്ച നടക്കുന്ന ക്രിസ്മസ് പരീക്ഷയുടെ 10ാം ക്ലാസ്സിലെ ബയോളജി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഒരു 5-10 മാർക്ക് നേടിത്തരാൻ നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ ചാപ്റ്റർ 6 അൺറാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്നാമത്തത് ജെനറ്റിക് മേക്കപ്പ് ഓഫ് ഹ്യൂമൻ ഫീമെയിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഹ്യൂമൻ ഫീമെയിൽ, ഒരു ഇൻഡിവിജ്വൽ ഫീമെയിൽ ആകണമെങ്കിൽ അവരുടെ ക്രോമോസോമിൻ്റെ ഘടന എന്തായിരിക്കണം? 44+XX ആയിരിക്കും. അതുപോലെ ജെനറ്റിക് മേക്കപ്പ് ഓഫ് ഹ്യൂമൻ മെയിൽ, ഒരു ഇൻഡിവിജ്വൽ മെയിൽ ആവണമെങ്കിൽ അവിടുത്തെ ക്രോമോസോമിൻ്റെ ഘടന 44+XY ആണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഫീമെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രോമോസോം 44+XX ആയിരിക്കും, മെയിലിൻ്റെ 44+XY ആയിരിക്കും. അപ്പോൾ XX ഫീമെയിലും XY മെയിലുമാണ് വരുന്നത്. ഇവിടെ പല പ്രാവശ്യം പരീക്ഷയ്ക്ക് 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് XY ആൻഡ് XY ക്രോമോസോംസ് ഇൻഡിക്കേറ്റ് ഡാഷ്. ഇപ്പോൾ XYയും X ക്രോമോസോം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെക്സ് ക്രോമോസോംസ് ആണ്. പ്രത്യേകം ഓർത്തിരിക്കുക, XX ആൻഡ് XY ഇൻഡിക്കേറ്റ് സെക്സ് ക്രോമോസോംസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ 44 എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമോസോമാണ്. 44 എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമോസോമാണ്. ഇനി ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്പേമിൻ്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 22+Y ആണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, പല പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്പേം 22+Y. അനലൈസ് ദ 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ ഗിവൺ ജെനറ്റിക് മേക്കപ്പ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് 44+XX. അപ്പോൾ ഇത് ആദ്യത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറയുന്നത് നമുക്ക് കിട്ടും. ഗിവ് ദ നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമോസോംസ്. ഈ സൊമാറ്റിക് ക്രോമോസോംസിൻ്റെ എണ്ണം നിന്ന് 44 ആണ്. XX എന്ന് പറയുന്നത് സെക്സ് ക്രോമോസോമാണ് നമുക്കറിയാം. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈസ് ദ ഇൻഡിവിജ്വൽ വിത്ത് ദിസ് ജെനറ്റിക് മേക്കപ്പ് മെയിൽ ഓർ ഫീമെയിൽ. ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം XX എന്ന് പറയുന്നത് ഫീമെയിലാണ്, നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഫീമെയിൽ ആവാൻ കാരണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്സ് ക്രോമോസോംസ് ഇൻ ഫീമെയിൽ ആർ XX. അപ്പോൾ ഫീമെയിലിലെ സെക്സ് ക്രോമോസോം XX ആണ്, അതുകൊണ്ടാണ് അത് ഫീമെയിൽ ആവാൻ കാരണം. മെയിലിലെ XY ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വേഗം ഷെയർ ചെയ്യുക.